സാധാരണ വീട്ടിലെ കോളിഫ്ലവർ വാങ്ങുമ്പോൾ എപ്പോഴും ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കലാണ് പതിവ്. ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. അതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുത്ത് അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് ഊറ്റാൻ വയ്ക്കാം. ആ സമയം കൊണ്ടൊരു പാത്രത്തിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ 1 ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 തക്കാളിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ എടുത്ത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇനി ശരിക്കും ചെറിയൊരു ജാറിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ചടിക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തോട്ട് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വഴണ്ട് വന്ന് നമ്മുടെ സവാളയിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പൊടികളൂടെ ഇട്ട് നമുക്ക് പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ടൊരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പച്ചമണം മാറുന്നവരെയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂൺ കൊണ്ട് ആക്കിയതിന് ശേഷം നമുക്ക് ഊറ്റാൻ വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവറും കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ശരിക്കും നമ്മളെപ്പോഴും എന്ത് സാധനം ഇട്ടാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ശരിക്കും അതിരുന്ന് അതിനകത്തൊന്ന് വെന്തതിന് ശേഷം വെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും ഒരു ടേസ്റ്റ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ശരിക്കും ഇനി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ തീ ഓഫ് ചെയ്തിടാം. ശരിക്കും വീഡിയോയ്ക്ക് ഇത്രയും കളർ കിട്ടുന്നില്ല, നേരിട്ട് കാണാൻ നല്ല കളറുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. എരിവ് വേണ്ടാത്തവർക്ക് കുരുമുളക് കുറച്ച് കൊടുക്കാം.